സിജു സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഞാൻ ഗന്ധർവൻ സിനിമ, അതിനുശേഷം ചില വിശ്വാസം സത്യമെന്ന് തോന്നിയത് അറിയുക എന്നുള്ളതാണ്. അപ്പം അതിനു മുമ്പേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായ അറിയുവാൻ ഉള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമയാണ്. അപ്പോൾ അതിൽ ചില വിശ്വാസം അത് പിന്നെ സത്യമായി എന്ന് തോന്നിയത് എങ്ങനെ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ മലയാള സിനിമയിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു മഹാ കലാകാരന്മാരിൽ അല്ലെങ്കിൽ മഹാ സംവിധായകൻ എന്നുള്ള ഒരു മഹാ വ്യക്തി ആണ് നമ്മുടെ പത്മരാജൻ സാറ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ നമുക്കല്ലെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കത്തക്ക രീതിയിൽ നൽകിയിട്ടുള്ള ഒരു മഹാനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചവരൊക്കെ തന്നെ വളരെ ഭാഗ്യം ഉള്ളവരാണ്, അല്ലെങ്കിൽ ആ ഭാഗ്യം സിദ്ധിച്ചവരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമുക്ക് ഈ ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഗാന്ധർവൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമ എടുക്കുമ്പോൾ തന്നെ അന്ന് ഒത്തിരി അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു ഇരുന്നു, ഇങ്ങനെ ഒരു സിനിമ അദ്ദേഹം ചെയ്യരുത്, അത് ചില കാര്യങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, പാലപ്പൂവുമായി ബന്ധപ്പെട്ടും ഗാന്ധർവന്മാരും ബന്ധപ്പെട്ടും ഉള്ള ഒരു കഥയാണ്. അപ്പോൾ ഈ സിനിമയിൽ തന്നെ ഒരു മുത്തശ്ശി കഥാപാത്രം ചെയ്ത ഫിലോമിന പറയുന്നുണ്ട്, മുത്തശ്ശിയായിട്ട് പറയുന്നുണ്ട്, ഗാന്ധർവന്മാരുടെ കഥയെ വിശദമാക്കുന്നുണ്ട്. അത് എന്താണ് വിശദമാക്കുന്നത് എന്ന് വെച്ചാൽ, സ്വർഗരാജ്യത്തെ പാട്ടുകാരാണ് ഈ ഗാന്ധർവന്മാർ. ഇവരുടെ പാട്ട് വളരെ മനോഹരമാണ്. ഇത് കേട്ട് അവിടെയുള്ള ദേവലോകത്തെ സുന്ദരികൾ ആസ്വദിക്കുകയും, അല്ലെങ്കിൽ ഈ പാട്ട് കേട്ട് മാത്രമല്ല, ഇവർ കാണാനും വളരെ സുന്ദരന്മാരാണ്. അപ്പോൾ ഇവരുടെ പാട്ട് കേട്ട് അവരിൽ അനുരാഗം തോന്നുകയും അങ്ങനെ തിരിച്ച് ഗാന്ധർവന്മാർക്ക് അനുരാഗം തോന്നുകയും ചെയ്യും. എന്നാൽ ദേവലോകത്ത് ഒരു നിയമമുണ്ട്. അത് അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, ദേവേന്ദ്രൻ്റെ നിയമങ്ങളാണത്. കാരണം അവിടെ പാട്ടുപാടുന്ന ഗാന്ധർവന്മാരാകട്ടെ പാട്ട് പാടുക മാത്രമാണ് അവർക്ക് ജോലി. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ഇതൊന്നും സാധിച്ചെടുക്കാനുള്ള അനുവാദമില്ല. കാരണം ഒരു അടിമത്വം പോലെയാണ് അവിടുത്തെ ജീവിത രീതി എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇതെല്ലാം തെറ്റിച്ച്, അല്ലെങ്കിൽ ഈ നിയമങ്ങളൊക്കെ തെറ്റിച്ച് ചില ഗാന്ധർവന്മാർ അനുരാഗത്തിൽ ഏർപ്പെടുകയും, അങ്ങനെ അതറിയുന്ന ദേവചന്ദ്രൻ അല്ലെങ്കിൽ ദേവേന്ദ്രൻ ശപിക്കുകയും, ഇവർക്ക് ഭയങ്കര രീതിയിൽ ഒരു ദയവില്ലാത്ത ശാപങ്ങളാണ്. ചിലർക്ക് നൂറ്റാണ്ടുകളോളം ഭൂമിയിൽ കരിങ്കല്ലായി ജീവിക്കുക, അല്ലെങ്കിൽ കരിക്കട്ടയായി ജീവിക്കുക, അല്ലെങ്കിൽ മരപ്പാവയായി ജീവിക്കുക, മരക്കഷണമായി ജീവിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പല ശാപങ്ങളാണ്. അപ്പോൾ ഈ സിനിമയിലെ കഥ പറയുന്നതും അങ്ങനെ തന്നെയാണല്ലോ. ഒരു മരക്കഷ്ണം, അല്ലെങ്കിൽ ആൾ രൂപത്തിലുള്ളൊരു മരക്കഷ്ണം അതിൽ നായിക കടൽത്തീരത്തോടെ പോകുമ്പോൾ കിട്ടുകയും അത് തലോടുകയും, അപ്പോൾ ആ സ്പർശനമേറ്റാണ് ഗാന്ധർവൻ ആ കുട്ടിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ മുത്തശ്ശി പറയുന്നുണ്ട്, കാരണം ഗാന്ധർവൻ കൂടുന്ന കന്യകമാർ പിന്നെ വേറെ ഒരു വിവാഹത്തിനും സമ്മതിക്കില്ല, അതോടുകൂടി അവരുടെ ജീവിതം നശിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഗാന്ധർവൻ വന്നു കൂടിയാൽ, അതാണ് ഈ ത്രിസന്ധ്യ നേരത്തൊന്നും കന്യകയായ പെൺകുട്ടികൾ പാലമരത്തിനടുത്തോ ഒന്നും ചുറ്റിക്കറങ്ങരുത് എന്നൊക്കെ പഴയ കാലത്ത് മുത്തശ്ശിമാർ പറയും. അത് ഇതുകൊണ്ടാണ്. കാരണം ഗാന്ധർവന്മാർ കന്യകമാരെ
പിടിച്ചുകൊണ്ട് പോകുമെന്നും അല്ലെങ്കിൽ അവരെ വശീകരിച്ചെടുക്കുമെന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ പല പല വിശ്വാസങ്ങളാണ്. അപ്പോൾ ഈ ഗാന്ധർവ സിനിമ അല്ലെങ്കിൽ എടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ അധികകാലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വിശ്വാസങ്ങളാണ്, പക്ഷേ അത് എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. എന്നാലും നമ്മൾ വിശ്വസിച്ച് പോകുന്ന മറ്റൊന്ന് വേറൊന്നുമല്ല, ഈ ഞാൻ ഗന്ധർവൻ സിനിമ ഇറങ്ങുന്നതെന്ന് പറയുന്നത് 1991 ജനുവരി 11-നാണ്. അതേ ആ മാസം തന്നെയാണ്, ആ വർഷം തന്നെയാണ്, ജനുവരി 24-നാണ് അദ്ദേഹം നമ്മളിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും, ചില സത്യങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഗാന്ധർവ ആയിട്ടുള്ള വിശ്വാസങ്ങളും കഥകളും ഒക്കെ അതിലൊക്കെ എന്തോ സത്യമുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഈ സിനിമയുടെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. ആ രീതിയിൽ ചേരുന്ന രീതിയിലുള്ള കാസ്റ്റിംഗാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനായിട്ട് വേഷമിട്ട നിരീഷ് ഭരദ്വാജ്, അതുപോലെ തന്നെ വൈശാലിയിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള സുവർണ ആനന്ദ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആയപ്പോൾ ആ സിനിമ ബാക്കിയും അതിലുള്ള എല്ലാ ആൾക്കാരും തന്നെ വളരെ ആ സിനിമയ്ക്ക് ഒത്തവർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമ നല്ല രീതിയിൽ നമ്മൾ ആസ്വദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയെന്നല്ല, ഏത് സിനിമയായാലും നമ്മൾ ആസ്വദിച്ചു പോകും. അത്രയും അദ്ദേഹത്തിൻ്റെ സിനിമ നമ്മളിൽ ആകർഷിക്കും. കാരണം ഒരു സിനിമയായിട്ടല്ല നമുക്ക് എല്ലാം ഫീൽ ചെയ്യുന്നത്, ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു കഥാ ആവിഷ്കാരം, അങ്ങനെയൊക്കെ അതിന് പറയാൻ വാക്കുകളില്ല. ആ രീതിയിലാണ് നമ്മൾ ആസ്വദിച്ച് പോകുന്നത്. ആ രീതിയിലുള്ള ഒരു കലാസൃഷ്ടികളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയും. അതിപ്പോൾ ഏത് സിനിമയാവട്ടെ, തൂവാനത്തുമ്പികൾ, പെരുവഴി അമ്പലം, ഒത്തിരി സിനിമകൾ പറഞ്ഞാൽ ഒരുപാട് ഉണ്ട്. കാരണം അത്രയും നല്ല നല്ല സിനിമകളാണ്. സീസൺ എന്നുള്ള സിനിമ, അതുപോലെ തന്നെ തൂവാനത്തുമ്പികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലൊക്കെ തന്നെ എല്ലാ സിനിമകളും, മൂന്നാം പക്കം, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപിടി നല്ല നല്ല സിനിമകൾ ഉണ്ട്. നമുക്ക് അത് വീണ്ടും വീണ്ടും കാണാൻ തന്നെ നമുക്ക് ഇഷ്ടമാകുന്ന സിനിമകളാണ്. അപ്പോൾ അത്രയും നല്ലൊരു കലാസൃഷ്ടി ഇതുപോലെ നമുക്ക് അല്ലെങ്കിൽ കേരളത്തിന് സമ്മാനിക്കാൻ മറ്റൊരു സംവിധായകൻ ഉണ്ടോയെന്ന് വെച്ചാൽ പകരം ഇനിയില്ല. അത് നമുക്ക് ഉറപ്പിച്ച് പറയാം. അദ്ദേഹത്തിന് ഓളം അദ്ദേഹമേ ഉള്ളൂ. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അഭിമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ. ഇനി അങ്ങനെ ഇല്ലാന്ന് നോക്കുമ്പോൾ നമുക്ക് സങ്കടവുമുണ്ട്. കാരണം പക്ഷേ തന്നിരുന്ന സിനിമകളെല്ലാം തന്നെ നമുക്ക് കാണാൻ, അതെല്ലാം വളരെ നമുക്ക് വീണ്ടും വീണ്ടും ഒരു നല്ല മുഹൂർത്തങ്ങളായിരുന്നു, നല്ല നാളുകളായിരുന്നു ആ സിനിമ കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നവർക്കും എല്ലാവർക്കും ബൈ പറയുന്നു. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ തന്ന എല്ലാത്തിനും നന്ദി, പ്രോത്സാഹനത്തിനൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. എന്തെങ്കിലും കമൻസോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ മറുപടി ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.